സഖാക്കളെ പറ്റി കുറച്ചു കാലം മുമ്പ് വരെ ഒരു സംസാരം ഉണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കര ഗൗരവക്കാരാണ്, ഒന്ന് ചിരിക്ക പോലും ചെയ്യില്ലാന്ന്. ആ കാലൊക്കെ കഴിഞ്ഞു മക്കളെ. ഇപ്പൊ ഫുൾ ടൈം ചിരിയല്ലേ. പ്രത്യേകിച്ച് അവരെ പറ്റി വല്ല കേസോ വിവാദോ വന്നിട്ടുണ്ടെങ്കിൽ ചിരിച്ചിരിച്ച് മണ്ണ് കപ്പും. അതാണ് ഇപ്പോഴത്തെ കൊമ്രേഡ് ട്രെൻഡ്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്തുകൊണ്ടാണ് ഈ ഇടി കടലാസൊന്നും അയക്കാതിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ കടലാസ് വന്നു എന്നുള്ളത് വ്യക്തമായി. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിലും മുഖ്യമന്ത്രിക്ക് ഇടി നോട്ടീസ്. നല്ല തമാശ അല്ലേ? എന്തേ തമാശയായിട്ട് തോന്നില്ലേ? പൊതുജനങ്ങൾക്ക് ഇതൊന്നും തമാശയായിട്ട് തോന്നില്ലെങ്കിലും ഞങ്ങളുടെ കോമ്രേഡ്സിന് ഇതൊക്കെ നല്ല തമാശയും. ഇപ്പോഴുള്ള ഇ.ഡി. നോട്ടീസിന്റെ ഉദ്ദേശം കേരളം വലിയ തോതിൽ സ്വീകാര്യത നേടിയ കിഫ്ബിയെ തകർക്കുക എന്നതിന്റെ ഭാഗമാണ്. അല്ല സഖാവെ, 2-3 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലാണല്ലോ മുഖ്യമന്ത്രിക്ക് അടക്കം ഇ.ഡി. നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ വിഷയത്തെ ആ ഗൗരവത്തോടെ കാണണ്ടേ? അതൊക്കെ ഞാൻ പറഞ്ഞതിന്റെ അകത്ത് ഉള്ളടക്കമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിവാദം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ക്ഷീണിപ്പിക്കണം. പിന്നെയും ചിരി. എന്തായാലും ഈ വിഷയത്തില് ഏറ്റവും കൂടുതൽ ഇ.ഡിയുടെ നോട്ടീസ് ലഭിച്ച വ്യക്തി എന്ന അംഗീകാരം ലഭിച്ച മുൻ ധനമന്ത്രിക്ക് എന്തിട്ടാ പറയാനുള്ളത് നോക്കാം. പുള്ളി എന്തായാലും സീരിയസ് ആയിരിക്കുമല്ലോ. മൂപ്പരല്ലേ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത്. അപ്പൊ പിന്നെ ഇ.ഡിയുടെ കണ്ടെത്തലുകളിൽ എന്തെങ്കിലും എതിരായിട്ടുണ്ടെങ്കിൽ ആദ്യം പിടിവിടാൻ പോണത് മൂപ്പർക്കാണല്ലോ. ഏത്? ഞങ്ങളുടെ ഉത്തരം വളരെ ലളിതമാണ്. ഭൂമി പർച്ചേസ് ചെയ്തിട്ടില്ല, ഭൂമി അക്വയർ ചെയ്തിട്ടേ ഉള്ളൂ. രണ്ടും രണ്ട് നിയമമാണെന്ന്. അല്ല സഖാവെ, മസാല ബോണ്ട് വിഷയത്തില് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിന്റെ പിന്നിൽ വലിയ അഴിമതി ഉണ്ടെന്ന് പ്രതിപക്ഷം പറയുന്നു. പോരാത്തതിന് ഇ.ഡിയുടെ വകയുള്ള ഇടക്കിടക്കുള്ള നോട്ടീസ്. പണി കിട്ടുമോ? ഹലോ, എന്തോ ഞാനിപ്പോ ഒരു പ്രസ് നടത്തിട്ടിരിക്കാം. ഫോൺ വന്നു, തിരക്കാണെന്ന് തോന്നുന്നു. ഈ വിഷയത്തില് ചിലർക്കെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടായിരുന്നൊക്കെ ആരോപണം ഉണ്ടല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണായിരിക്കും. എന്തായാലും കോമ്രേഡ്സിൽ ഒരാളെങ്കിലും ഇത്തിരി സീരിയസ് ആയിട്ട് ഈ വിഷയത്തിൽ പ്രതികരിച്ചല്ലോ, സന്തോഷായി. ഞാൻ അവരുടെ മുന്നിൽ ഇരിക്കുക. ആരാ വിളിച്ചേ? ഇടിയ? ഇല്ലില്ല, നിയമമന്ത്രിയാ. എല്ലാത്തിന്റെ നിയമവശങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണത് നല്ലതാണ്. എന്തായാലും ചിരിയൊക്കെ കൊള്ളാട്ടോ. പക്ഷേ നിങ്ങളെല്ലാരും കൂടെ ചട്ടലംഘനം നടത്തിയിട്ടുണ്ടെന്നാണ് ഇടിയുടെ കണ്ടെത്തല്. അതിനി എങ്ങനെ ഊരിപ്പോരും? താങ്ക് യു വെരി മച്ച്. നിങ്ങളാരും എന്താ ചിരിക്കാത്തത്? എന്തായാലും ഇ.ഡി നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഒരു നിഗമനത്തിലെത്തിയിട്ടുണ്ട്. സർക്കാർ ഫെമ ചട്ടലംഘനം നടത്തി. ഇ.ഡി അത് അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റി അതോറിറ്റിക്ക് മുമ്പാകെ പരാതിയായിട്ട് സമർപ്പിച്ചു. പിന്നെ മുൻ ധനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ നോട്ടീസും കൊടുത്തു. ഇതൊക്കെ ബന്ധപ്പെട്ടവരോട് ചോദിക്കുമ്പോ അവരൊക്കെ ഭയങ്കര കളിയും ചിരി. എന്തൊരു ഭാവനയാണ്. മലയാളികളെ ഇങ്ങനെ ചിരിപ്പിക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞങ്ങളിങ്ങനെ ചിരിപ്പിക്കരുത്. ഈ ഭാഗത്ത് മുഴുവൻ അപ്പൊ എപ്പോഴും ചിരിയാണ്. ഇനി അപ്പുറത്തെ ഭാഗത്ത് ചോദിക്കാം. പ്രതിപക്ഷത്തിന് എന്തായാലും ഇതങ്ങനെ ചിരിച്ചു കാണാൻ പറ്റില്ലല്ലോ. ഇ.ഡിയുടെ നോട്ടീസിന് ഞങ്ങൾ വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കുന്നില്ല. ആ നോട്ടീസിന് കടലാസിന്റെ വില പോലും ആരും കൽപ്പിക്കുന്നില്ല. അത് ശരി, നിങ്ങൾക്കും വിലയില്ലേ? അവിടുന്ന് പുച്ഛം ഇവിടുന്ന് പുച്ഛം. എന്തോ ആടേത്? ഒന്നുമില്ലെങ്കിലും കേന്ദ്ര ഏജൻസി അല്ലേ, അതിനെങ്കിലും ഒരു വില ആടോ. ഞാൻ ആരോ ഏട്ടാ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇ.ഡി ഇല്ല, നോട്ടീസും ഇല്ല, ഒന്നുമില്ല, നടപടിയില്ല. അല്ല, പ്രതിപക്ഷത്തിന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിപ്പോ മാസത്തിൽ ഒന്നെന്നുള്ള പോലെ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒക്കെ ഇ.ഡിയുടെ നോട്ടീസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ പിന്നെ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് മറുപടി പറയും? ബി.ജെ.പി ഇതര ഗവൺമെന്റുകളുള്ള സ്ഥലത്ത് എല്ലാവരെയും അവർ വേട്ടയാടുകയാണ്. അവരെ ഒഴിവാക്കിയിരിക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇ.ഡി നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ വേട്ടയാടല്ലേ. പക്ഷെ ഇവിടുത്തെ സർക്കാരിന് ഇ.ഡി നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒത്തുകളിയല്ലേ. കൊള്ളാലേ ട്രിക്ക്. പാവം മനസ്സിലായില്ല നമ്മളൊക്കെ. ഇപ്പൊ കൊടുത്തിരിക്കുന്ന നോട്ടീസ് ദുർബലമാകുന്ന ജനവിരുദ്ധത നിറഞ്ഞ ഈ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇതിനൊക്കെ മറുപടി പറയണമെന്നാണ് പ്രതിപക്ഷത്തിന് ആകെ പറയാനുള്ളത്. പിന്നെ ഇതിനൊക്കെ മറുപടി പറയാനല്ലേ മുഖ്യമന്ത്രിക്ക് നേരം? അദ്ദേഹം ഇപ്പൊ ഫുൾ ബിസി അല്ലേ. മുഖ്യമന്ത്രിക്ക് പുതിയ കാർ, നിലവിലെ 2 കാറുകൾക്ക് പകരം പുതിയത് വാങ്ങാൻ 1,10,00,000 രൂപ അനുവദിച്ചു. ധനവകുപ്പ് ഇത് പ്രമാണിച്ച് ഉത്തരവിറക്കി. 5 പൈസയില്ല. അതിന് ട്രഷറിയിൽ പൂച്ച പറ്റി കിടക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് കാർ വാങ്ങാൻ 1,10,00,000 രൂപയാണ്. നിങ്ങൾ ആലോചിക്കുക, ഈ സംസ്ഥാനം എങ്ങോട്ട് പോകുന്നു? ആരും തെറ്റിദ്ധരിക്കല്ലേ. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതിൽ നിന്ന് എങ്ങനെ കരകയറാം, എങ്ങനെ വികസന കുതിപ്പിന് വേഗം കൂട്ടാം, അതിങ്ങനെ കുതിച്ചുകൊണ്ട് ആലോചിക്കാനാണ് പുതിയ കാർ. മുഖ്യമന്ത്രിക്കുള്ള Z+ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ കാർ വാങ്ങലൊക്കെ. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യം.
പക്ഷേ കയ്യിൽ 5ന്റെ പൈസ ഇല്ലാത്തപ്പോ തന്നെ വേണമായിരുന്നു ഈ കാർ വാങ്ങൽ എന്നാണ് ചോദ്യം. പക്ഷെ ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ല. എങ്ങനെ ഒരു സ്റ്റേറ്റ് മുന്നോട്ട് പോകും? ഇത് നമ്മളെന്താ ഇവിടുത്തെ എല്ലാ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിർത്തണോ? എല്ലാം അടച്ചുപൂട്ടണോ? അപ്പൊ കോംറേഡ്സിന് എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, LDF വീണ്ടും വരും, വീണ്ടും എല്ലാരും ശരിയാക്കും. അല്ല, എല്ലാരും ശരിയാക്കുന്നല്ല, എല്ലാം ശരിയാക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.